പ്ലസ് ടു കഴിഞ്ഞ് ഒത്തിരി കൺസേൺ ആയി നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? വാഴയാകാതെ എബ്രോഡ് പോയാലോ? അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ന്യൂസിൻ്റെ തന്നെ. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ന്യൂസിലേക്കുള്ള സ്റ്റഡി ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ പാരൻസിന് ഒത്തിരി ഡൗട്ട് ഉണ്ടാവും, ന്യൂസിന് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമോ, അതല്ലെങ്കിൽ PR കിട്ടുന്ന സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ വിസ ഡോക്യുമെന്റേഷൻ ഡിഫിക്കൽട്ട് ആണോ, അങ്ങനെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ന്യൂസിലേക്ക് പോകുമ്പോൾ മാർക്ക് ഒരു ബാരിയേഴ്സ് ആയിട്ട് വരുന്നില്ല. ജസ്റ്റ് ഒരു 45-50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഡിപ്ലോമ ഇതെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. പാരൻസിൻ്റെ കയ്യിൽ ഒത്തിരി ഫണ്ട് സ്റ്റഡി അബ്രോഡ് നോക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ന്യൂസിലേക്ക് നോക്കുമ്പോൾ 8 ലക്ഷം രൂപ തൊട്ട് സ്റ്റാർട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഒരു 25 lakhs മാത്രമേ ആകുന്നുള്ളൂ. അപ് ടു 3 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ന്യൂസിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷനായി ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് അറിയോ? ക്ലൈമറ്റ്. കേരളത്തിലെ പോലെ തന്നെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് ന്യൂസിൻ്റെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ന്യൂസിലേക്ക് ഒരു സ്റ്റുഡൻറ് വിസയ്ക്ക് പോകുന്ന സ്റ്റുഡൻസിന് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം സേഫ്റ്റിയാണ്. വേൾഡിൽ തന്നെ 3ാമത്തെ സേഫസ്റ്റ് കൺട്രിയാണ് ന്യൂസിലൻഡ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ന്യൂസിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പ്രാക്ടിക്കൽ ഓറിയന്റൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത്, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് ന്യൂസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിലി 25 hours വരെ വർക്ക് ചെയ്യാം. അതിനുശേഷം ന്യൂസിലൻഡ് ഗവൺമെൻറ് 3 വർഷം വരെയാണ് സ്റ്റേ ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ന്യൂസിലേക്കുള്ള ബെസ്റ്റ് സ്റ്റഡി ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഹെൽത്ത് സയൻസ്, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി സർവീസ്, നേഴ്സിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ബിസിനസ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഇതെല്ലാമാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്ന സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ന്യൂസിൽ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. ന്യൂസിൽ നോക്കുമ്പോൾ അറിയാമല്ലോ, സ്റ്റുഡൻസിന് 25 hours വരെ വർക്ക് ചെയ്യാം വീക്കിലി. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ആ കൺട്രിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ പാർട്ട് ടൈം ജോലി കിട്ടുന്നതെന്ന് നോക്കുക. അതല്ലെങ്കിൽ വാഴ സിനിമ പോലെ സ്റ്റുഡൻസിന് ആ കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ UK പോലെ കൺട്രി പോയി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ന്യൂസിൻ്റെ നോക്കുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ സിറ്റീസിൽ വരുന്നത് ഓക്ലൻഡ്, റോട്ട്രോവ, ക്രൈസ്റ്റ് ചർച്ച്, ഇൻവർകാർഗിലൊക്കെയാണ്. ജോലി കിട്ടാത്ത സ്ഥലങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഹാമിൽട്ടൺ, വെല്ലിംഗ്ടൺ, ന്യൂ പ്ലിമത്തൊക്കെയാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നവർക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ നമുക്ക് യൂറോപ്പിൽ പോയി പഠിക്കാമെന്ന് പറഞ്ഞ് കുറേ ആഡൊക്കെ കാണാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൾട്ട, ഫ്രാൻസ്, ജോർജിയ, ഫിൻലൻഡ്, ഹംഗറി, സ്ലോവേനിയ, സ്ലോവാക്യ, ലാറ്റ്വിയ, ഈ കൺട്രികളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലേക്കാൾ ദരിദ്രം പിടിച്ച രാഷ്ട്രങ്ങളാണ്. ഇവിടെയൊക്കെ ഫീസ് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിലേക്ക് സ്റ്റേ ബാക്ക് നോക്കുമ്പോൾ, റെസിഡൻസി നോക്കുമ്പോൾ, ഒരു ജോലി നോക്കുമ്പോൾ ഈ കൺട്രികളൊന്നും ഒന്നിനും സപ്പോർട്ടീവ് അല്ല. അപ്പോൾ പാരൻസ് നിങ്ങളുടെ ചിൽഡ്രന് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ നോക്കുന്ന സമയത്ത് നന്നായിട്ട് റിസർച്ച് ചെയ്യുക. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം, കൺട്രി, ആ പ്രോഗ്രാം റെസിഡൻസി ആണോ, ഒത്തിരി സ്റ്റേ ബാക്ക് കിട്ടുമോ, ഒത്തിരി പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റുഡൻസ് ആ കൺട്രി പോയിട്ട് സ്ട്രഗിൾ ചെയ്യും. പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് മെയിനായിട്ട് സ്റ്റുഡൻസ് പോകുന്നത് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 എക്സാം ക്ലിയർ ചെയ്യണം. ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഒരു 2 to 3 years എങ്കിലും എടുക്കാറുണ്ട്. കാരണം ജർമ്മൻ ലാംഗ്വേജ് പുതിയ ലാംഗ്വേജ് ആണ്. അത് പഠിച്ച് എക്സാം എഴുതി വരുമ്പോഴേക്കും സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒത്തിരി സമയം വേസ്റ്റ് ആകുന്നുണ്ട്. നമുക്ക് റീസെൻ്റ്ലി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് 3 years കഴിഞ്ഞിട്ടും ആ കൺട്രി പോയിട്ട് സെറ്റിൽ ആവാൻ പറ്റാത്ത സ്റ്റുഡൻറ്റിന് നമുക്ക് ന്യൂസിലേക്ക് വിത്തിൻ 2-3 months വിസ അപ്രൂവ് ആയി BS നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരൻസ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാക്സിമം ജർമ്മനി നോക്കാതെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലുള്ള കൺട്രികളിൽ ഒരു BS നഴ്സിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർക്ക് ഫ്യൂച്ചറിൽ ആ കൺട്രി പോയിട്ട് PR കിട്ടാനും ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാകും. ജർമ്മനി പോലെ തന്നെ സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന കൺട്രീസ് ആണ് കാനഡ, UK, അതേപോലെ അയർലൻഡ്. ഈ കൺട്രികളിൽ നിന്നൊക്കെ ഒത്തിരി സ്റ്റുഡൻസ് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ജോലി കിട്ടാത്ത തിരിച്ചു വരുന്നുണ്ട്. കാരണം ഈ കൺട്രികളൊക്കെ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള സ്റ്റേ ബാക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അവിടെ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെസിഡൻസി പാത്വേ ഇല്ല സ്റ്റുഡൻസിന്. അതുകൂടാതെ പാർട്ട് ടൈം ജോലി കിട്ടാതെ ഒരുപാട് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ന്യൂസിന് വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റും, ന്യൂസിൻ്റെ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു എടുക്കുന്ന ഡിസിഷൻ ബെറ്റർ ആയിരിക്കും ഫ്യൂച്ചർ നോക്കുമ്പോൾ. ന്യൂസിലേക്ക് സ്റ്റുഡൻറ് വിസ നോക്കുന്ന സ്റ്റുഡൻസിന് ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി അബ്രോഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഈ 10 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. കൂടാതെ ന്യൂസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ആയതുകൊണ്ട് തന്നെ
നമ്മുടെ എല്ലാ സ്റ്റാഫും വെൽ നോളജബിൾ ആണ്. കൗൺസിലിംഗ് തൊട്ട് വിസ ഡോക്യുമെന്റേഷൻ വരെ ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്യും. കൂടാതെ ന്യൂസിൽ എത്തിക്കഴിഞ്ഞ് അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ്, അതുകൂടാതെ കോഴ്സ് കഴിയുന്ന സ്റ്റേജ് വരെ നമ്മുടെ ഫുൾ അസിസ്റ്റൻസും സപ്പോർട്ടും ഉണ്ടാവും. കൂടാതെ നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് വരുന്നത് അങ്കമാലി, കാലടി, ന്യൂസിലൻഡിലാണ്. സ്റ്റുഡൻസും പാരന്റ്സും ന്യൂസിലൻഡ് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചോയ്സ് ക്യാമ്പസ് സ്റ്റഡി അബ്രോഡിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക.